ഹായ്, ഹാപ്പി ഈദ് മുബാറക്. ടൈം വെളുപ്പിന് 4:30. നല്ല തിരക്കായിരുന്നു ഇന്ന് സലൂണിൽ. രാവിലെ പകുതി കുളിച്ചപ്പോൾ ഇറങ്ങിപ്പോയതാ സത്യത്തിൽ. അത് കഴിഞ്ഞിട്ട് ഒരേ കസ്റ്റമർ വന്നു. അപ്പം നമുക്ക് അങ്ങനെ തന്നെയാണ്. എല്ലാം കഴിഞ്ഞ് റൂമിൽ എത്തിയപ്പം 3:30 കഴിഞ്ഞു. വർക്ക് കഴിഞ്ഞ് സലൂൺ ഞങ്ങൾ ക്ലോസ് ചെയ്യും. 3:45 ആയിരുന്നു, 3:30. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് റൂമിൽ വന്നൊന്ന് കുളിച്ച് കുറേ ചൂടുവെള്ളം ഒരു ദേഹത്ത് ഒഴിച്ചു. ഒന്നും കഴിച്ചില്ലായിരുന്നു. ഒരു 2:30 ആയപ്പം പിന്നെ ഒരു ജ്യൂസ് വാങ്ങിച്ചുകൊണ്ട് തന്നായിരുന്നു രാത്രിയിൽ. ഇത് മീൻസ് ബാങ്ക് വിളിച്ചതിന് ശേഷം ഒരു കുപ്പി വെള്ളവും 2 ചായയും കഴിച്ചു. ഒന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും ഉള്ള സമയമില്ല. പിന്നെ എനിക്കും ചേച്ചിക്കൂടെ പിന്നെ ഒരു ഇപ്പോൾ 2:30 ആയപ്പോൾ മിനു വന്നിട്ട് ജ്യൂസ് അവക്കാഡോ ഷേക്ക് വാങ്ങിച്ചു. അതാണ് ഞങ്ങൾ കുടിച്ചേക്കുന്നത് ആകെ. അതുകൊണ്ട് ചേച്ചി ഇപ്പോൾ റോളിൽ ചെന്നു. അപ്പം ഞാൻ റൂമിൽ ചെന്ന് കുറേ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുളിച്ചു. അത് ഇറങ്ങിയപ്പോഴത്തേന് ബിബിൻ ചേട്ടൻ വിളിച്ചു, മോനിഷ എപ്പം പോകുന്നു? ഞാൻ പറഞ്ഞു ഒരു 25 മിനിറ്റ്സ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി വിളിച്ചിട്ട് എടുക്കുന്നു. എനിക്കങ്ങ് ടെൻഷനായിപ്പോയി. ഈ ഫോൺ സലൂണിൽ വെച്ചിട്ട് വന്നു. ഞാൻ ഇന്ന് പോയി നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു, ചേച്ചി എടുത്തു. പുള്ളിക്കാരിക്ക് പാർക്കിംഗ് കിട്ടിയിട്ടില്ല, റോളെ നിൽക്കുന്നു. പാവം ചേച്ചി. എല്ലാവരും ഞങ്ങൾ ഒരേ സമയത്ത് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. വെളുപ്പായാലും എന്തെങ്കിലും ഒന്ന് കഴിക്കുക, ഒന്നും കഴിച്ചിട്ടില്ല. സോ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോയി അങ്ങ് കിടന്നാൽ നാളെ 4 മണിക്ക് വരെ എണീക്കത്തുള്ളൂ. പക്ഷെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എന്നും കൊണ്ടുവരേണ്ട സമയം കണ്ണറിയാതെ തുറന്ന് വരും. ഞാൻ കയ്യിൽ ലൈറ്റില്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് കാണാത്തേ മറ്റേ ഹെന്ന ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഈ വർഷത്തെ ഈദ് എനിക്ക് ഒരു വർഷം എപ്പോഴും ഞാൻ ചിന്തിക്കും നോയമ്പെടുത്തിട്ട് മെഹന്തി ഇടുന്നത് പറ്റാറില്ല. പക്ഷെ ഈ വട്ടം പറ്റിച്ചു. രാത്രി 3:30 ഞങ്ങൾ വന്നിട്ട് പക്ഷെ 4:30 ആയില്ല. എല്ലാം ക്ലോസ് ആയി തുടങ്ങി. സൺബേഡൊക്കെ ലൈറ്റ്സ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ചോദിച്ചു നോക്കാമേ. ക്ലോസിങ് ഞാൻ തോന്നുന്നു കേട്ടോ. ഇന്ന് നമുക്ക് അപ്പുറത്തെങ്ങാനും അവർക്കും ഈ പറഞ്ഞ പോലെ ഒരേ ഇങ്ങനെയൊക്കെ ഉള്ളിടത്തെല്ലാം നല്ല തിരക്കായിരുന്നു റെസ്റ്റോറൻറ്റുകൾക്കെല്ലാം. അപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞു. ഇത് 24 hours ആണ്. പക്ഷേ മീൻസ് വെളുപ്പായില്ലേ, 4:30 കഴിഞ്ഞു. 4:44 ആയി. സൺബേഡ് ക്ലോസിങ് ആയി. അവരെല്ലാം കഴുകി വെക്കുന്നു. ഓപ്പോസിറ്റ് പള്ളിയാണ്. ഇപ്പം 4:47 ആയി. ഞങ്ങൾ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് വന്നു. പക്ഷേ അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. എല്ലാ ഷോപ്പും അടച്ചിറങ്ങിക്കാം. എന്താണെന്നറിയോ, എല്ലാ ഷോപ്പിലും മുസ്ലിംസ് ആണല്ലോ. അപ്പോൾ അവർക്ക് രാവിലത്തെ ഫസ്റ്റ് നിസ്കാരത്തിന് ടൈമാണ്. അതാണ് എല്ലാം ക്ലോസ് ചെയ്യുന്നത്. അതാണ് 4:45 ആയില്ലേ. എനിക്ക് ചൂടായിട്ട് ആക്ച്വലി എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. ചൂടായിട്ട് എനിക്കൊരു ചായ കുടിച്ചു. അവിടെ നമുക്ക് ഫ്രൈഡേ നോക്കാം. അവിടെ മലയാളി മീൻസ് ഹിന്ദുസ് ഒക്കെ വഴിയില്ല. ഹിന്ദുസ് ഉണ്ടെങ്കിലും അവരും പോകും. സത്യത്തിൽ ഫോൺ ഇങ്ങനെ പിടിക്കാൻ പോലുള്ള ആരോഗ്യം എനിക്കില്ല. കാരണം രാവിലെ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കസ്റ്റമർ വിളിച്ചു. രാവിലെ ഒരു 10:30 ആയപ്പോൾ. കാരണം മെനിയാന്ന് രാത്രി 1 മണി ആയപ്പോഴാണ് റൂമിൽ ചെന്നേ. അപ്പോൾ ഓടി വന്ന് നിപ്പാണ് രാത്രി 3 മണി വരെ. പക്ഷെ എല്ലാവരും ഓർക്കും സലൂൺ ഒരു ഈസിയാണ്. പക്ഷെ ഈസി അല്ല, ഭയങ്കര ടഫാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങൾ എൻ്റെ കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ത്രെഡ് ചെയ്ത് പക്ഷെ ത്രെഡിങ് ഹെയർ കട്ട് അതിന് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചേച്ചി ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ. പിന്നെ ഒരു വാശി ഉണ്ടായിരുന്നു, ഒരാളെ പോലും നമ്മൾ വീടായിരുന്നു. പിന്നെ എനിക്കൊരു എന്താ പറയുക, താങ്ക്സ് ഗോഡ് എന്ന് പറയാം. കാരണം എല്ലാ കസ്റ്റമറും വെയിറ്റ് ചെയ്തു. എല്ലാവരും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. കുഴപ്പമില്ല എന്ന് പറയും. മെജോറിറ്റി നമുക്ക് പാകിസ്ഥാൻ കസ്റ്റമറാണ്. ബട്ട് ഭയങ്കരമായിട്ട് അവർക്കറിയാം. അവർ നമ്മുടെ റെഗുലർ കസ്റ്റമറാണ്. വർഷത്തിലൊരിക്കലും വരത്തുള്ളൂ. സോ അവരൊക്കെ വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് പക്ഷെ 3 മണിയായി. എല്ലാം കഴിഞ്ഞിറങ്ങി. ഇപ്പം ഇവിടെ തുറന്നിരിക്കുന്ന ജെൻസിൻ്റെ സലൂൺ. ആ ലൈറ്റ് അത് ജെൻസിൻ്റെ സലൂണാണ്. ബാക്കി എല്ലാം ക്ലോസിങ് ആണ്. അത് 3-4 ജെൻസിൻ്റെ സലൂൺ ഇപ്പോൾ ഓപ്പണാണ്. ഞാൻ ഇപ്പോൾ എല്ലായിടത്തും നോക്കി, അത് മാത്രം ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്കി എല്ലാം ക്ലോസ്. ഇനിയിപ്പം നേരെ അങ്ങ് റൂമിലോട്ട് പോവാം. റൂമിൽ വിലു പാല് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ചെന്നിട്ട് ഒരു ചായ ഇട്ട് കുടിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ശരീരവേദന. ഒരു ചായ കുടിച്ചു കഴിഞ്ഞാലേ ഞാൻ അതാ സത്യത്തിൽ ഇറങ്ങിയേ. പക്ഷെ കുറച്ച് ലേറ്റായി പോയി. സൺബേഡ് അടച്ചു. എന്നെ നിസ്കരിക്കാൻ പോകാനുള്ള തിരക്കായിപ്പോയി. ഇവിടെ എല്ലാവരും മിക്ക മുസ്ലിംസാണ് എല്ലാ ഷോപ്പിലും ഉള്ളത്. സോ മെയിൻ ഒരു ദിവസമാണല്ലോ അവരുടെ. അപ്പം അതുകൊണ്ട് നമ്മളും അങ്ങ് തിരിച്ച് ഇങ്ങനെ പോവാം. ഫ്രൈഡേ വഴി പോവാം. ഫ്രൈഡേയുടെ അത് വഴി ചെന്നിട്ടാണ് അത് ആ വഴി പോകുന്നത്. അവിടെ 2 റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിന് തോന്നുന്നൊരു ചായ കുടിക്കാനെന്നല്ലെന്ന് വിചാരിച്ചു.
ഒറ്റ ഒരു സാധനം കഴിച്ചിട്ടില്ല. ഒരു 2:30 വിനു വാങ്ങിച്ചോണ്ട് തന്നെ, അതും രാത്രി 2:30, വെളുപ്പിന് വിനു വാങ്ങിച്ചോണ്ട് തന്നെ അവക്കാഡോ ഷേക്ക് ആൻഡ് 2 ചായ. ഇത് മാത്രമാണ് എൻ്റെ ഈ വയറ്റിൽ കിടക്കുന്നത്. കണ്ട ഇവിടെ ഈ സലോണുകളൊന്നും ക്ലോസ് ആയിട്ടില്ല. ഇവരെല്ലാം രാവിലെ ഇവിടെ നിൽക്കുന്ന നിപ്പായിരിക്കും. അവിടെ ഒരു വണ്ടി ഒന്ന് സ്കിഡായി, 2 വീലർ തലാപത്തിൻ്റെ വണ്ടി. അപ്പം വിനു അങ്ങോട്ട് ഓടിപ്പോയി. വേറെ ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ വന്ന ആൾക്കാരൊക്കെ ഓടിപ്പോയി, വിനുവും പോയി. നമുക്കതൊന്നും കാണിച്ചുകൂടെ ഇവിടെ. അത് പ്രത്യേകമുണ്ട്. ആക്സിഡൻസ് ഒന്നും എടുത്ത് വീഡിയോ എടുക്കും. സോ നാട്ടിലെ പോലെ, നാട്ടിൽ പിന്നെ നമുക്ക് എന്തും എടുക്കാം. ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ അവരെ അപ്പുറത്തോട്ട് വിനു ഓടിപ്പോയി. കുറേ ചേട്ടന്മാരെല്ലാം പോയി, വിനു പോയി. അതൊരു വലിയൊരു റൗണ്ട് അബൌട്ടാണ്. അപ്പോൾ അവൻ എന്തോ പെട്ടെന്ന് വന്നായിരിക്കും, പിടിച്ചപ്പോൾ കിട്ടിക്കാണത്തില്ല. വിനു തിരിച്ചു വന്നു. ഓക്കെ ആണോ വിനു? അപ്പം അതിന് മലയാളിയാ? അതെ, ചെറിയൊരു മഴച്ചനലുണ്ട്. സോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ അവിടെ കഫറ്റേരിയ, അത് അവിടെ പോയിട്ട് നമുക്ക് ചായ കുടിച്ചിട്ട് റൂം. താങ്ക്സ് ഗോഡ്. അതാ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും ദൈവത്തിന് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ചില സമയത്ത് എനിക്കും തോന്നും ദൈവത്തിന് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ദൈവത്തിന് അറിയാം എനിക്കൊരു ചൂട് ചായ കുടിച്ച് ഞാൻ ഓക്കെ ആവും. പുറത്ത് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ചായ കൊണ്ടുവരും, റൊട്ടി വാങ്ങിക്കുന്നു. ഇനി ഇതൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നു സുഖമായിട്ടൊരു ഉറക്കം ഉറങ്ങി. പക്ഷേ എന്താ സമയം തെറ്റുകൊണ്ട് ഉറക്കം വരുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു 3:30 സിമ്പിളായിട്ട് അവൾക്ക് പഠിക്കാൻ പറ്റും. അപ്പം എന്നോട് ഒന്നും കുഴപ്പമില്ല, ചേച്ചിക്ക് ഇഷ്ടമുള്ള നോക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വേണ്ട ചെയ്ത് പെട്ടെന്ന് ഇട്ടിട്ട് 2 സൈഡിലും ഞാൻ വാഷ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഡ്രൈ ആയത് ചിരണ്ടി കഴിഞ്ഞേ ഉള്ളൂ. നാളെ നല്ല കളർ വരുമായിരിക്കും. ഞാൻ ഒരേ ഡിസൈൻ തന്നെ 2 കയ്യിലോട്ട്. ചില ആൾക്കാർ 2 കയ്യിൽ 2 ഡിസൈനായിട്ടാണ്. ഞാൻ കുറച്ച് എനിക്ക് ഭയങ്കര തിരക്കാണ്. ഇതിൻ്റെ ഇടയിൽ 1-2 വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതുകൂടി ഇന്നത്തെ ആഡ് ചെയ്യാമേ. നല്ല രസത്തിലൊക്കെ അവൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ മലയാളി കുട്ടി തന്നെയാണ്, നമ്മൾ റെഗുലർ കസ്റ്റമറിൻ്റെ മോളാണ്. അപ്പം ഞാൻ പറഞ്ഞു, നീ കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കും, നീ വന്നിട്ടോ നിനക്കൊരു പോക്കറ്റ് മണി ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ 8 പേരോളം വന്ന് അവൾ ഇട്ടു അവിടെ. കഴിഞ്ഞ വട്ടമൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ ആൾക്കാർ വന്നില്ല. വന്നവരെല്ലാം പിന്നെ എന്തായാലും ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ ഇടുമായിരുന്നു. അവൾക്കൊരു ഹാപ്പി ആയിക്കട്ടെ. ഞാൻ 100 days നോട്ട് എടുത്തിട്ടിരിക്കുന്നതാണ്. കറക്റ്റ് നിങ്ങളുടെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം കുടിക്കും. ബാങ്ക് വിളിച്ചിട്ട് ഇത് എടുക്കത്തുള്ളൂ. ഞാൻ അത് വേറെ എഴുതണേ. അല്ല ഇത് ഇവിടുത്തെ ഇത് ഇത് വേറെ എഴുതുന്ന ഇതല്ലേ സലൂണിന്റെ ഫോട്ടോ എടുത്ത് എന്റെ ഫോൺ തന്നെ ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് സാമാനം പോയേ സാധനം പുതിയ ഫോട്ടോ എടുക്കും. കഴിഞ്ഞ ദിവസം ഇത് ഇങ്ങനെ തന്നെ പറ്റിയത് ചുരുട്ടു. ചായയും പറഞ്ഞു. ചായയോട് ഞങ്ങൾ ആലു പൊറോട്ട പറഞ്ഞു. നല്ല ഒരു ബൈറ്റ് എടുത്തായിരുന്നു. നല്ല ടേസ്റ്റുണ്ട്. എനിക്ക് ഈ ആലു പൊറോട്ട മാത്രം ഉണ്ടാക്കാൻ സെറ്റ് ആവാറില്ല. നല്ല ചൂടാണ്, നല്ല ടേസ്റ്റാണ്. ചായ വന്നില്ല. അപ്പം ഇതും കഴിച്ച്. ഇത് മാത്രമല്ല പറഞ്ഞിങ്ങനെ ചിക്കൻ. ഇതെന്താ സാധനം? ചിക്കൻ കുർമ ആൻഡ് റൊട്ടി കാണിച്ചു തരാമേ. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ 5 മണിക്ക് ഫുഡ് കഴിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി 1 മണിക്ക് ഞാൻ മാഗി ഉണ്ടാക്കി കഴിച്ചത്. റൂമിൽ എത്തി കുടിച്ചു കഴിഞ്ഞാൽ മാഗി ഉണ്ടാക്കി കഴിച്ചിട്ട് കിടന്നതാണ്. പിന്നെ ഇപ്പോഴാണ് പിറ്റേ ദിവസം അല്ല അതിൻ്റെയും പിറ്റേ ദിവസം രാവിലെ 5 മണിക്കാണ് ഫുഡ് കഴിക്കുന്നത്. കാരണം ഞങ്ങളങ്ങോട്ട് ഷെയർ ചെയ്തു റോട്ടി. എനിക്ക് ആലു പൊറോട്ട ഞാൻ പറഞ്ഞു. ഇങ്ങനെ നല്ല അടിപൊളി ചിക്കൻ കറി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല.
ഞാൻ ഇവരുടെ കുറേ ഓയിലൊക്കെ ആയിരിക്കുന്നത് വിചാരിച്ചു. പക്ഷെ ഒരു നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഇവര് ഉള്ളി പേസ്റ്റ് ഇതുപോലെ പേസ്റ്റായി പോകും. ഇവരെ കറിയിൽ സവാളയ്ക്ക് ഇവർ എണ്ണയായിട്ട് തിളപ്പിച്ച് അതങ്ങോട്ട് പേസ്റ്റാവും. അങ്ങനെ ഉണ്ടാക്കുന്നത് രുചിയുണ്ട്. ഭയങ്കര ടേസ്റ്റ് വരുന്നത്. ഇന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. കൊള്ളാം. ഒറ്റ റൊട്ടി പറഞ്ഞു, പിന്നെ 2 എണ്ണം പറഞ്ഞു. ഭയങ്കര റൊട്ടി. ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ നാട്ടിലെപ്പോഴത്തെ ചെറിയ ചപ്പാത്തി, പക്ഷെ ഇത് പ്രതീക്ഷിച്ചില്ല. ഇത് ഭയങ്കര വലുതായിപ്പോയി. ഇതിപ്പോൾ അരപ്പൊറോട്ട റൊട്ടി തിന്നുന്നുള്ള കൺഫ്യൂഷനായിപ്പോയി. എരിവ് തിന്നപ്പോൾ ഉണ്ടല്ലോ കൈയൊക്കെ നീർന്ന് ഈ ഇട ഇങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം ത്രെഡ് ചെയ്തേ പൊട്ടിയിരിക്കുക. എരിവ് ചെന്നപ്പം പുകയുന്ന കൈ ഫിംഗേഴ്സ്. അയ്യോ, അത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ആ ഒരു ഇതിലങ്ങ് ചെന്ന് ചെയ്ത് ഇത്തിരി വിട്ടുകൊണ്ടി തരും. ലാസ്റ്റൊക്കെ ആയപ്പോഴും എനിക്ക് നല്ല ഇതായി. ഞാൻ പിന്നെ ബാൻഡേജ് വെച്ച് ചുട്ടിട്ടണം, പിന്നെ ഒന്ന് ത്രെഡൊക്കെ ചെയ്യാം. സോ ഇനിയിപ്പം ഈ തിരക്ക് കഴിഞ്ഞാൽ നമുക്ക് തിരക്ക് കുറവായിരിക്കും. കുഴപ്പമില്ല. നാളെ എനിക്ക് ഓഫാണ്. നാളെ അമ്പലത്തിന് സെറ്റായിക്കോളൂ. നമ്മളെ ഒരു വിസ എടുത്ത് പേയ്മെൻറ്റും കൊടുത്ത് റൂമും ഒക്കെ തന്നെ നിൽക്കുന്നില്ല. തിരക്കുള്ളപ്പോൾ നമ്മളും അങ്ങനെ തന്നെ നിൽക്കാം. ഞാനെപ്പോഴും അങ്ങനെയാണ്. അത് ഇവിടെ അല്ല, ഇവിടെ ആണെങ്കിലും ഞാനങ്ങനെ തരുന്ന പൈസയ്ക്ക് നമ്മൾ നല്ല മനസ്സോടുകൂടി വർക്ക് ചെയ്യുക, എന്ത് ഫീൽഡിലാണെങ്കിലും. സോ ഞാൻ കസ്റ്റമറിനോടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. 10 രൂപ അവരെന്ന് വെച്ചാൽ അവർ ഹാപ്പിയാക്കി പോകണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അതിനിപ്പം എന്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നാലും ഇപ്പോൾ അവരെ ഹാപ്പിയാക്കി വിടുക. ഞാനിതിനൊരു കുറേ സമയം എടുക്കേണ്ടി വന്നാലും ഓക്കെ, അങ്ങനെ അവർ ഓക്കെ ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ അടുത്തുനിന്ന് മാറി അടുത്തടുത്ത് പോകുള്ളൂ. അതുകൊണ്ട് എനിക്ക് കസ്റ്റമറൊക്കെ വെയിറ്റ് ചെയ്യും. എനിക്ക് ദുബായിൽ ഉമൽക്കോയിനിൽ നിന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി ഒരു കസ്റ്റമർ വന്നു. പെട്ടെന്ന് ചെയ്തിട്ട് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ലിബി ഉമൽക്കോയിൽ നിന്ന് അതായത് ഇവർ ബാംഗ്ലൂരല്ല ഹൈദരാബാദ്. അവർ പണ്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉമൽക്കോയിലാണ് അവർ. ഒരു കുറച്ച് നാളായി. അപ്പോൾ എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്തേ വരുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ നിൽക്കുമ്പോൾ അവർ നമ്മളിവിടെ പോയാലും നമ്മളിവിടെ പോയാലും മീൻസ് അവർക്ക് വരാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അവർ ഓടിയെത്തിയിരിക്കും. ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചതാണിത്. അതേപോലെയാണ് ഞാൻ ഇന്ന നിമിഷം വരെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ അപ്പം ഇനി തിന്ന് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ല, ഈദ് മുബാരക്. ബൈ.